മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പുതിയൊരു പ്രഭാതത്തിലേക്ക് നയിക്കുക. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം വിളിച്ചോതുന്ന നിമിഷങ്ങളാണ്. ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവജാലവും ദൈവത്തിൻ്റെ ആ ഒരു നന്മയെയും മഹിമയെയും വിളിച്ചോതുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസത്തേക്ക് ഈശോ നമ്മെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചിരിക്കുക. കർത്താവിന് നന്ദി പറയാനും കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാനും അനുഗ്രഹങ്ങളോട് ചേർന്ന് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമൊക്കെ ആയിട്ട് ഒരു ദിവസം കൂടെ ഈശോ നമുക്ക് അനുവദിച്ചിരിക്കുക. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. ഈ ഒരു പ്രഭാതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായി നമുക്കും പരിശ്രമിക്കാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഇന്ന് പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയിട്ടാണ്. ദൈവ ശുശ്രൂഷയിലായിരിക്കുന്ന അവരുടെ എല്ലാം ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുവാനും തീഷ്ണതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാനും അവർക്കാവശ്യമായ ആത്മീയ വരങ്ങളും അഭിഷേകവും പരിശുദ്ധാത്മാവിന് നിറവുണ്ടാവാനായിട്ട് നമ്മൾ ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് ഈ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ശ്രവിക്കുന്ന വചനം അനുഗ്രഹമായി തീരാൻ, വചനത്തിൻ്റെ പൂർണ്ണത നമ്മിലുണ്ടാവാൻ, വചനം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ഒരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ശക്തിക്കും അനുഗ്രഹത്തിനും കൃപയ്ക്കും വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം യാചിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച് പുത്രനോട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അനുഗ്രഹങ്ങളാക്കി തീർക്കുവാനായിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു അനുഭവത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രത്യേകമായി ഈ പ്രഭാതത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ വചനം ശ്രവിക്കുവാനായിട്ട് ഇപ്പോൾ ഒരുങ്ങുന്നു. സങ്കീർത്തനങ്ങൾ 128:2.
സങ്കീർത്തനങ്ങൾ 128:2. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നന്മ നൽകുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിത മേഖലകളിൽ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന് സമർപ്പിക്കാം. കർത്താവ് പറയുകയാണ്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അധ്വാനം അത് ഫലം നൽകുന്നതായി തീരുമെന്ന് ഈശോ പഠിപ്പിക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വളരെ കൃത്യമായി പറയുന്നുണ്ട്. 6-ാം അധ്യായം 9-ാം തിരുവചനം, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന്. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കുമ്പോഴാണ് അധ്വാനത്തിന് ഫലം ഉണ്ടാവുന്നത്. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിന് ഫലം ഉണ്ടാവില്ല. അപ്പം ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെങ്കിൽ മടുപ്പ് തോന്നാതെ നമ്മൾ അധ്വാനിക്കണം. നന്മ ചെയ്യണം, നന്മയുണ്ടാവണം. നന്മയുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മടുപ്പില്ലാതെ അധ്വാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഒരു നന്മയുണ്ടാവണം. ഒരിക്കൽ ഒരു സംഭവപ്രകാരമാണ്. ട്രെയിനിൽ കുറേ പേരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഓരോരുത്തരും അവരവരുടെ ലോകത്താണ്. കുറേ പേര് മൊബൈൽ വിളിച്ച് അങ്ങോട്ടിരിക്കുന്നു, കുറേ പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ പേര് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ പേര് എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ലോകത്ത് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഒരു പാവപ്പെട്ട സ്ത്രീ അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും തരണമേ, ഞാൻ ഭക്ഷിച്ചിട്ട് അനേകം ദിവസങ്ങളായി എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തോടെ ചെല്ലുന്നുണ്ട്. എന്നാൽ ഒരാൾ പോലും ആ സഹോദരിയെ ഒന്ന് മൈൻഡ് ചെയ്യുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവരും അവരവരുടെ ലോകത്താണ്, അനങ്ങുന്നു പോലുമില്ല. അങ്ങനെ ഒരാൾ വന്നതായിട്ട് പോലും ഓർമ്മയില്ല, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് എല്ലാവരും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു ആ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എല്ലാവരുടെയും അടുത്തോടെയും വന്ന് എല്ലാവരുടെ അടുത്തും നോക്കിയിട്ട് ആരും ഒന്നും കൊടുക്കാതെ ഈ സഹോദരി ആകപ്പാടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചു കുഞ്ഞ് കൈകൊട്ടിയതിന് ശേഷം ഈ സഹോദരിയുടെ പുറകെ ചെന്ന് തൻ്റെ പോക്കറ്റിൽ കിടന്ന ഒരു 50 രൂപ നോട്ടെടുത്ത് ആ സഹോദരിയുടെ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കൊച്ചിൻ്റെ കൈകൊട്ട് കേട്ടുകൊണ്ട്, അതിൻ്റെ സ്വരം കേട്ട് ആ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന എല്ലാവരും വേഗം ആ സ്ഥലത്തേക്ക് നോക്കുകയാണ്. ഈ കുഞ്ഞു പോയി ആ പോക്കറ്റിൽ കിടന്ന 50 രൂപ നോട്ടെടുത്ത് ആ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി വളരെ സന്തോഷത്തോടെ, ഒത്തിരി നന്ദിയോടെ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഉടൻ തന്നെ അതിനടുത്തിരുന്ന ഒരാൾ ഒരു 10 രൂപ എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ടു. പിന്നെ അതിൻ്റെ തൊട്ടങ്ങേപ്പുറത്തിരുന്നയാൾ ഒരു 20 രൂപ എടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കമ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും തന്നെ തങ്ങൾക്കാവുന്ന വിധത്തിൽ ആ പാത്രങ്ങളിലേക്ക് ഇടുവാനായിട്ടിടയായി. ആ സഹോദരി വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, അടുത്ത സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നന്ദിയോടെ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ചെറു പുഞ്ചിരി. ആ കുഞ്ഞും ആ സഹോദരിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഒരു ടാറ്റ കൊടുത്ത് അവിടെ നിന്ന് ആ ട്രെയിൻ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. തനിക്കാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, അതിനു വേണ്ടിയിട്ടൊന്ന് പരിശ്രമിച്ചപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അനേകർക്കും മാതൃകയായി തീരുകയാണ്. ഒരു കൊച്ചു കുഞ്ഞ് മാതൃകയായി തീരുകയാണ്. നമ്മിലുള്ള നന്മ ഒരിക്കലും
നശിച്ചു പോകാതിരിക്കട്ടെ. അതാണ് വചനം പഠിപ്പിച്ചത്. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നരുത്. മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. നമുക്കാവും വിധത്തിൽ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇരട്ടി അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകും. അതാണ് പറഞ്ഞത്, നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. അപ്പോൾ നമ്മൾ അധ്വാനിക്കുമ്പോൾ, നമ്മൾ പ്രയത്നിക്കുമ്പോൾ കർത്താവ് നമുക്ക് സംരക്ഷണമാണ്, അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ആ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അധ്വാനിക്കുക, കർത്താവിനോട് ചേർന്ന് അധ്വാനിക്കുക. അതാണ് വചനം വീണ്ടും പറയുന്നത്. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ 2:10 പറയും, മരണം വരെയും നീ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. മരണം വരെയും നീ വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തതയിൽ നീ പണി ചെയ്യുക, ജീവൻ്റെ കിരീടം നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പം മരണം വരെയും നമ്മുടെ അധ്വാനം നമുക്ക് ഉണ്ടെങ്കിൽ, വിശ്വസ്തയോടെ അധ്വാനിച്ചാൽ മരണത്തിന് ശേഷം ജീവൻ്റെ കിരീടം നമുക്ക് ലഭിക്കും. മരണത്തിന് മുൻപ് മാത്രമല്ല നമുക്ക് അതുവഴി അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. മരിച്ചതിന് ശേഷം നിത്യജീവൻ്റെ കിരീടം നമുക്ക് സ്വന്തമായി തീരും. അതാ പറഞ്ഞേ, മരണം വരെയും വിശ്വസ്തയോടെ അധ്വാനിക്കുക, നന്മ ചെയ്യുക മറ്റുള്ളവർക്ക്. അപ്പോൾ ദൈവം പ്രകാശിക്കുന്ന വ്യക്തികളായി നാം ഓരോരുത്തരും മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം പ്രകാശിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്മയുള്ളവരായി തീരാൻ പറ്റുള്ളൂ. അതായത് കർത്താവിനെ സ്വീകരിക്കുന്നവർക്കേ കർത്താവിൻ്റെ പ്രകാശം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ നന്മയിൽ വളരാനും യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുവാനുമായിട്ട് ഈശോ ഇന്ന് നമ്മെ എല്ലാവരെയും വിളിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ ആ ഒരു ചൈതന്യം നമുക്ക് നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ മടുപ്പ് തോന്നാതെ നന്മ ചെയ്യുന്നതിൽ നമ്മൾ എപ്പോഴും തീക്ഷ്ണതയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുക. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയുള്ള ഒരു ജീവിതം ജീവിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ 22-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവില്ല, ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു, അവർ എന്നേക്കും വാഴും. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വെളിച്ചം അവരെ നയിക്കും. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവില്ല, ദൈവത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. അതായത് അതിനർത്ഥം രാത്രിയും പകലും എല്ലാം മാറിപ്പോകുമെന്നുള്ളതല്ല. മറിച്ച് ദൈവത്തിൻ്റെ ചൈതന്യം പ്രകാശിക്കുന്ന വ്യക്തികൾക്ക് രാത്രിയാണേലും പകലാണേലും അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നില്ല. അതിനുവേണ്ടി അവർ അധ്വാനിക്കും. അതാണ് അവരുടെ വെളിച്ചമെന്ന് പറയുന്നത്. ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചമായി അവരുടെ അധ്വാനവും അവരുടെ പ്രയത്നവും അവരുടെ സമർപ്പണവും അവരുടെ ത്യാഗവും മാറ്റപ്പെടും. അതൊരു കുടുംബത്തിലാണെങ്കിലും വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും ജോലി മേഖലകളിലാണെങ്കിലും നമ്മുടെ ശുശ്രൂഷ മേഖലകളിലാണെങ്കിലും ആ ഒരു കൃപയിലേക്ക് കർത്താവ് നമ്മെ എല്ലാവരെയും വിളിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈശോ നമ്മോടും പറയുന്ന മറ്റൊന്നുമല്ല, അധ്വാനിക്കുന്നവരാവുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടി വിചാരിക്കാതെ സാധിക്കുന്നത് എന്താണോ അത് ചെയ്യുവാൻ ആ ഒരു നല്ല മനസ്സോടെ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവരായി മാറുവാനായിട്ട് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് സ്വീകരിക്കുന്നുണ്ട്. മടുപ്പില്ലാതെ അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം പ്രത്യേകമായ നമ്മുടെ നിയോഗം നമുക്ക് ഓർക്കാം. എല്ലാ വൈദികരെയും സന്യസ്തരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ അധ്വാനങ്ങൾ ഫലമണിയാൻ, അവരുടെ പ്രയത്നങ്ങളെല്ലാം അനുഗ്രഹങ്ങളായി തീരാൻ, മടുപ്പ് കൂടാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള കൃപയും അഭിഷേകവും അവർക്കെല്ലാവർക്കും നൽകണമേ എന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കാം. നാം എല്ലാവരും നന്മയുള്ളവരായി തീരാൻ
നന്മ ചെയ്യുന്നതിൽ മടുപ്പില്ലാതെ അധ്വാനിക്കുന്നവരായി യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി തീരുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മൾ ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം ചേർത്ത് വെച്ച് സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം മധ്യസ്ഥം പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് മരിയം കൂടാരങ്ങളിലായിരിക്കുന്ന എല്ലാവരോടും ചേർന്ന് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാം. ദിവസങ്ങളിലെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ, ഗുഡ്നസ് ചാനലിനെ, അതിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ധ്യാന ശുശ്രൂഷകളെയും എല്ലാ ആഴ്ചയും നടത്തപ്പെടുന്ന ധ്യാനങ്ങളെയും എല്ലാം നമുക്ക് ഓർക്കാം. ആ ഒരു നിയോഗത്തോടു കൂടി നമ്മളും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന സകലരോടും ചേർന്ന് ഒരുപക്ഷെ ഒരു ജപമാലയോ അല്ലെങ്കിൽ ഒരു കരുണ ജപമാലയോ അല്ലെങ്കിൽ ഒരു കുരിശിൻ്റെ വഴിയോ ഒക്കെ ചൊല്ലി ആ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട സകലരെയും നമുക്ക് ഓർക്കാം. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം.
വന്നു. ജീവശ്വാസം തുടിക്കും മുൻപേ ഈശ്വരനറിഞ്ഞു എൻ മനസ്സ്. ഉള്ളം കയ്യിൽ എഴുതി നാമം ഉരുവാകും മുൻപേ ജീവശ്വാസം തുടിക്കും മുൻപേ ഈശ്വരനറിഞ്ഞു എൻ മനസ്സ്. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് തിരുസഭയോട് ചേർന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരായിട്ടുള്ള വിശുദ്ധരോടും അവരുടെയൊക്കെ പ്രാർത്ഥനാ സഹായവും യാചിച്ചുകൊണ്ട് സകല മാലാഖമാരോടും പ്രത്യേകിച്ച് നമ്മുടെ കാവൽ മാലാഖയോടും അവരുടെയും പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും സഹായവും പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. തിരുസഭയോട് ചേർന്ന് നമ്മൾ ഈ ആശീർവാദം സ്വീകരിക്കുന്നു. പരിശുദ്ധ പിതാവിനോട് ചേർന്ന് എല്ലാ കർദിനാളന്മാരോടും ബിഷപ്പുമാരോടും എല്ലാ വൈദികരോടും സന്യസ്തരോടും ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ നമ്മെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.